ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു കറിയാണ്. ഇത് മാത്രം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചോറ് കഴിക്കാം. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ചക്കക്കുരു തൊലി കളഞ്ഞ് അതിൻ്റെ ചുവന്ന തൊലിയൊക്കെ കളഞ്ഞ് 2ഉം 3ഉം ഒക്കെ ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുക. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്. ആദ്യം ഇത് പ്രഷർ കുക്കറിൽ ഒരു 4 വിസിൽ വരും വരെ ഇട്ട് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ആവിയൊക്കെ പോയിട്ട് തുറക്കുക. ഇതൊരു 4 വിസിൽ കേൾക്കും വരെ വേവിക്കുക. ഇതിപ്പോൾ 4 വിസിലായി, നമുക്ക് തന്നെ നിർത്താം. നമ്മുടെ ചക്കക്കുരു നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു വേവിച്ച് കഴിഞ്ഞ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കടുക്, ജീരകം, ആവശ്യത്തിന് ഉപ്പ്, സവാള കൊച്ചായിട്ട് അരിഞ്ഞത്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില. ഇത് നമ്മൾ തക്കാളി വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അരച്ച് വെച്ചിരിക്കും. പിന്നെ ഇത് 2 വറ്റൻമുളക്, കറുവപ്പട്ട, ഏലക്ക, ക്ലോവ്. പൊടികളായിട്ട് വേണ്ടത് കാശ്മീർ ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ എണ്ണ. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അടുത്തായിട്ട് നമ്മളൊരു കടായി അടുപ്പത്ത് വെക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് പെരിഞ്ചീരകം. അത് കഴിഞ്ഞ് നമ്മൾ കറുവപ്പട്ട, ക്ലോവ്, വറ്റൻമുളക്, ഏലക്ക. വേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ചുവന്നുള്ളി ഒരുമാതിരി വഴന്ന് കഴിയുമ്പോൾ നമ്മൾ സവാള ഇടണം, കുറച്ച് ഉപ്പിടണം. നമ്മൾ സവാള ഇടുക. കുറച്ച് നേരം മൂടി വെച്ച് വേഗണതിനൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകും വരെ വേവിക്കണം. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിടുന്നതല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് പൊക്കി ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുമാതിരി ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് ആ പൊടികൾ ഇടണം. ഈ പൊടികൾ. അപ്പോൾ ഇത് ഒരു ബേസ് നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് ഈ ചൂടിൽ അതങ്ങ് പച്ചപ്പൊക്കെ മാറിക്കോളും, അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കോളും. അപ്പോൾ ഈ തീ ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇനി തീ ഓൺ ചെയ്യുക. തീ ഓൺ ചെയ്തിട്ട് തക്കാളി വേവിച്ചരച്ച് വെച്ചിരിക്കണത് ഇതിലോട്ടിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഈ തിളച്ചുകൊണ്ടിരിക്കണ വെള്ളം കുറച്ച് സമയം മൂടി വെക്കുക, സിമ്മിലിടുക. അപ്പോൾ ഇത് നല്ലപോലെ കുറുകിയിട്ടുണ്ട്, അതുപോലെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലോട്ടിടുക. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ചാറൊക്കെ ഉണ്ട്. ചക്കക്കുരു നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചാറ് ഈ കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ കുറുക്കാം. അടച്ചു വെച്ച് സിമ്മിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കുക. അപ്പം നമ്മുടെ ലാസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് കുഴപ്പമില്ല,
നമ്മൾ 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ചക്കക്കുരു വേവിച്ചപ്പോഴും ഉപ്പിട്ട് സവാള വഴറ്റിയപ്പോഴും ഉപ്പിട്ട്. അപ്പോൾ അത് മതി. തീയോ അത് കഴിഞ്ഞ് സെർവ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.